ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ വിജയ് വിൻസെന്റ് കൂടി ചേരുകയാണ്. ശ്രീ വിൻസെന്റ്, ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് ചില ആവശ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങൾക്ക് തന്നെ വേണം എന്ന ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ചർച്ച അത് എത്രമാത്രം ഫലപ്രദമാകും? അമേരിക്കയുടെ പിടിവാശിയാണോ അതോ ഇറാന്റെ പിടിവാശിയാണോ? അതല്ല സമാധാനപരമായ ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് ഇത് എത്തുമോ ശ്രീ വിൻസെന്റ്? എത്താനാണ് സാധ്യത. കാരണം JD വാൻസ് ആണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് അമേരിക്കൻ ഡെലിഗേറ്റിനെ നയിക്കുന്നത്. അതുപോലെ വിറ്റ്കോഫ് അദ്ദേഹം പ്രത്യേക പ്രതിനിധിയാണ് വെസ്റ്റ് ഏഷ്യൻ കാര്യങ്ങൾക്കുള്ള. അതുപോലെ ജാരദ് കുഷ്നർ തുടങ്ങിയ ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവെ ഈ വിറ്റ്കോഫ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രത്യേക പ്രതിനിധിയാണ്. അദ്ദേഹം ഈ സമാധാന പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും അതുപോലെ നയതന്ത്ര ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം നടത്തുന്നതിലും ഒക്കെ ഒരു എക്സ്പേർട്ടാണ്. അപ്പം ഇത്തരം ഘടകങ്ങൾ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. അതേസമയം തുടക്കത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായി എന്ന കാര്യം വളരെ പ്രസക്തമാണ്. ഇസ്രായേൽ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം, അതിഭീകരമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തുകയുണ്ടായി. അപ്പോൾ ഇസ്മയിൽ ബാഗെ ഇറാന്റെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഈ ചർച്ച വിജയിക്കണമെങ്കിൽ സീസ് ഫയർ കമ്മിറ്റ്മെന്റ് ഓൺ ഓൾ ഫ്രണ്ട്സ് എസ്പെഷ്യലി ഇൻ ലെബനൻ എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. എന്ന് വെച്ചാൽ ലെബനനിലുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടി കൂടി സീസ് ഫയറിന്റെ ഭാഗമാണ് എന്നാണ്. അതേസമയം അമേരിക്കയുടെ ഒരു പ്രതികരണം, ഇസ്രായേൽ ലെബനൻ യുദ്ധം ഇതിന്റെ പരിധിയിൽ വരില്ല, അത് ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരായിട്ട് നടത്തുന്ന സൈനിക നടപടിയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലാണ് ഈ ചർച്ചയുടെ പരിധിയിൽ വരുന്നത് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ലെബനനിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള തീരുമാനം ഇറാൻ മരവിപ്പിക്കുകയും ഇപ്പോഴും ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. അതേസമയം ഇസ്ലാമാബാദ് ടോക്സ് എന്ന് പേരിട്ട ഈ നയതന്ത്ര നീക്കം ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് അത് താൽക്കാലിക പരിഹാരത്തിലേക്കെങ്കിലും നീളാനാണ് സാധ്യത. പക്ഷെ അവിടെ ഒരു അന്താരാഷ്ട്ര പ്രശ്നം ഉള്ളത്, ലോകത്തിലെ ഒത്തിരി സമുദ്ര പാതകളുണ്ട്, ഇടനാഴികളുണ്ട്. അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഗൾഫ് ഹോർമുസ് സ്ട്രെയിറ്റ് ഉണ്ട്. അതുപോലെ റെഡ് സിയെയും ഗൾഫ് ഓഫ് ഏഡനെയും തമ്മിൽ ബന്ധിക്കുന്ന സ്ട്രെയിറ്റ് ഓഫ് ഗ്രീഫ് ഉണ്ട്. അതുപോലെ മലാക്ക സ്ട്രെയിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സിംഗപ്പൂർ സ്ട്രെയിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ജിബ്രാൾട്ടർ ഉണ്ട്, പനാമ. സോ ഇതെല്ലാം ഒരു അന്താരാഷ്ട്ര ജലപാത എന്ന നിലയിലാണ് ഇപ്പോൾ പരിഗണിച്ചു വരുന്നത്. അതേസമയം ഇപ്പോൾ ഇറാന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഹോർമുസ് കടലിടുക്ക്, അതിലൂടെയുള്ള അന്താരാഷ്ട്ര ജലപാത അത് ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് തികച്ചും ഏകപക്ഷീയമായി ഇറാന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതൊരു സാമ്രാജ്യത്വ അക്രമത്തിന്റെ എല്ലാ സ്വഭാവവുമുണ്ട്. അതേസമയം ഈ ഹോർമുസ് കടലിടുക്ക് പോലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ജലപാത അത് അന്താരാഷ്ട്ര ജലപാതയായിട്ട് നിലനിർത്തേണ്ടത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ 1 കോടിയോളം 90 മില്യൺ to 1 crore പ്രവാസികളുണ്ട്. അവരുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എനർജി സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്ന ഒന്നാണ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്രവും നീതിയുക്തവുമായ കപ്പൽ മാർഗം, അതിലൂടെയുള്ള ഗതാഗതം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യം വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറും. തന്ത്രപരമായി ഇറാന് സുരക്ഷിതത്വം നിലനിർത്താനുള്ള ഏക മാർഗവും അവർക്ക് ഹോർമുസ് കടലിടുക്കിന് മേലെയുള്ള നിയന്ത്രണമാണ്. എന്തുകൊണ്ട് നോർത്ത് കൊറിയനെ അമേരിക്ക ആക്രമിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അവർക്ക് ആണവായുധം കയ്യിലുണ്ട് എന്നത് മാത്രമാണ്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് കൊറിയയ്ക്ക് എങ്ങനെയാണ് ആണവായുധം, അതുപോലെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് മാത്രമാണ് അവർക്കൊരു എഡ്ജ് ഈ നെഗോഷിയേഷൻ ടേബിളിൽ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവരുടെ
ദേശതാൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും ഒരു ആക്രമിക്കപ്പെടില്ല എന്ന ഉറപ്പ് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഇറാൻ ഹോർമൂസ് കടലെടുത്ത് തുറക്കുക. അപ്പോൾ ആ ദിശയിൽ ഈ നയതന്ത്ര ചർച്ചയിൽ ഇറാന് ഒരു എഡ്ജ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവർക്ക് ഏത് നിമിഷവും എപ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഇറാൻ അതിന്റെ രാഷ്ട്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ ദിശയിൽ അതിന്റെ ചർച്ച എത്രമാത്രം വിജയം കാണും എന്നുള്ളത് വരും ദിവസങ്ങളിലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സമാധാന പ്രക്രിയ ആരംഭിച്ചു എന്നുള്ളത് വളരെ പുരോഗമനപരമാണ്. അതിൽ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പോലുള്ള ആളുകൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഈ വിഷയത്തെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ദിശയിൽ ചർച്ച ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോഴും ശ്രീ വിൻസെന്റ്, ഈ സമ്പുഷ്ട യുറേനിയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതല്ലേ? ഇപ്പോൾ അവർ യുറേനിയം സമ്പുഷ്ടീകരിക്കുക, അത് പിന്നീട് ഒരു ആണവ ബോംബ് നിർമ്മാണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണല്ലോ അമേരിക്കയുടെ ആരോപണം. ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അത് സാധ്യതയില്ല. കാരണം അമേരിക്കൻ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളായി അവർ മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഇറാന്റെ ആണവ പദ്ധതികൾ സമ്പൂർണമായി നിർത്തിവെക്കുക എന്ന് മാത്രമല്ല, സമ്പുഷ്ട യുറേനിയം, അപ്പോൾ ഒരു അണവായുധം ഉണ്ടാക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം ഇപ്പോൾ ഇറാന്റെ കൈവശമുണ്ട്. അങ്ങനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും അമേരിക്കയ്ക്ക് കൈമാറണം എന്നുള്ള ഡിമാൻഡൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അത് അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ ഡിമാൻഡ്. മറ്റൊന്ന് അവരുടെ മിസൈൽ പദ്ധതിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ ടെക്നോളജി സമീപകാലത്ത് ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യം ഇറാനാണ്. അവർക്കിപ്പം 3000 കിലോമീറ്റർ വരെ എത്തുന്ന സൂപ്പർസോണിക് മിസൈലുകളുണ്ട്. അത് ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ആയിട്ട് വളരെ കൃത്യതയാർന്ന പ്രഹരം ശേഷിയുള്ള മിസൈലുകളുമുണ്ട്, മിസൈൽ വിക്ഷേപണ തറകളുണ്ട്. ഇക്കാര്യത്തിൽ റഷ്യയുടെ വലിയ സാങ്കേതിക സഹായം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയും മിസൈൽ രംഗത്ത് അവർ ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ആണവ പദ്ധതി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇങ്ങനെ ഈ 2 തന്ത്രപരമായ ലക്ഷ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. അത് രണ്ടും പരാജയപ്പെട്ടു. അതോടൊപ്പം അവര് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അത് റെഷീം ചേഞ്ച് ആണ്. 1979 അവിടെ ഇസ്ലാമിക് വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അവിടെ ഭരണമാറ്റം ഉണ്ടാക്കുക, പുതിയൊരു ഗവൺമെന്റിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. അത് ആയത്തുള്ള അലി ഖംനേയിനെ കൊലപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മജിദ് ഏകദേശം കോമയിലാക്കിയിട്ടോ അവിടുത്തെ പ്രധാനപ്പെട്ട IRGCയുടെ നേതാക്കളെയും ഒക്കെ വധിച്ചിട്ടോ ഒന്നും ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അമേരിക്കയുടെ പൊളിറ്റിക്കൽ എയിം എന്ന് പറയുന്ന ഈ റെജീം ചേഞ്ച് എന്ന ആശയം അതിൽ അമേരിക്ക പരാജയപ്പെട്ടു. അതോടൊപ്പം അവരുടെ മിസൈൽ വിക്ഷേപണ തറകൾ തകർക്കുവാനോ അവരുടെ ആക്രമണശേഷി ഇല്ലായ്മ ചെയ്യാനോ ഇതുപര്യന്തം അമേരിക്കയ്ക്ക് ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ അക്കാര്യങ്ങളിലൊന്നും ഇനി ഒരു നെഗോഷിയേഷൻ ടേബിളിൽ വെച്ച് അടിയന്തരമായി ഇത് ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ കാര്യങ്ങൾ നേടാൻ വേണ്ടി അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണം പരാജയപ്പെട്ടല്ലോ.